ഞാൻ പറഞ്ഞില്ലേ മിനിക്കുട്ടി കാത്തു നിൽക്കുന്നുണ്ടാവുന്നു. ഞാൻ പോയി സംസാരിച്ചിട്ട് ഉടനെ വരാം. അനെന്താ പോകാമല്ലോ? അയ്യേ, നിങ്ങളെന്തിനാ വരുന്നത്? ഒറ്റയ്ക്ക് പോകുന്ന കാര്യം നടപ്പില്ല. അപ്രതീക്ഷിതമായ ആക്രമണത്തിന് സ്ത്രീകൾ പോലും തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണിത്. ചാക്കോച്ച, ഈ കാക്കിക്കുള്ളിൽ ഒരു കലാഹൃദയം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കവിയല്ലേ? പ്രേമത്തിന്റെ വേദന മറ്റാരെക്കാളും നിങ്ങൾക്കല്ലേ മനസ്സിലാവും. ഒന്ന് പോ. 2 മിനിറ്റ് സമയം ഞാൻ ഒരുച്ചിരിക്കുന്നു. പക്ഷേ അവിടെ പറയണ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ വള്ളിപുള്ളി വിടാതെ ഇവിടെ ഒന്ന് പറയണേ. പെണകണ്ട. എന്ത് ചെയ്യാനാ മിനിക്കുട്ടി? ആ പോലീസുകാരെ കയ്യിൽ നിന്ന് ഊരിക്കിട്ടണ്ടേ? മിച്ചോട്ട് ആശുപത്രി കിടക്കുമ്പോ വേഗം സുഖാവാൻ ഞാൻ ദേവിക്കൊരു കൂട്ടുവാഴ്ച നേർന്നിരുന്നു. ഒന്നിച്ച് തൊഴുത് പായസം വാങ്ങാന്ന് കരുതിയതാ. അതിനെന്താ ഇത്തിരി താമസം തന്നെ ഉള്ളൂ, നമുക്ക് പോയി വാങ്ങാം. ഇനി ഇപ്പൊ പോവേണ്ട കാര്യമൊന്നുമില്ല. ഇതാ പായസം എടുത്തോളൂ. ഇതങ്ങനെ വെറുതെ കഴിച്ചാലൊന്നും പോരാ. നേർച്ചക്കാരി സ്വന്തം കൈകൊണ്ട് തന്നെ തരണം. അരുത്, അരുത്, കഴിക്കരുത്, കഴിക്കരുത്. എന്താ കാര്യം? ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ആഹാര സാധനങ്ങൾ കഴിക്കരുതെന്ന് ആയിരുന്നെന്ന് പറഞ്ഞിട്ടില്ലേ? കുട്ടി പൊക്കോളൂ. അവിടെ നില്ലേ. കഴിക്കരുത്, പ്ലീസ് കഴിക്കരുത്. അയ്യോ അയ്യോ, ഞാൻ സഹിച്ചു. പ്രസാദം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോവാ. സാർ, എന്തെങ്കിലും സംഭവിച്ചാ? അയ്യോ, സംഭവിച്ചാക്കോ? നിന്നോട് ആര് പറഞ്ഞു സമ്മതിക്കാൻ? സാർ കൂടെ സമ്മതിക്കാം. ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് നിന്റെ ഡ്യൂട്ടി. എന്റെ ജോലി പോയി ആര് തരും? എന്റെ ജോലി പോയി താൻ തരുമോ? അനാവശ്യം പറയരുത്. ആണ്ടാ പോയി. ആര്? വിശ്വം. ഏത് വിശ്വം? നമ്മുടെ വിശ്വം. സ്റ്റോപ്പ് സ്റ്റോപ്പ്. കയറാൻ വരട്ടെ. ഇതിപ്പോ 7ാമത്തെ പ്രാവശ്യമാണ്. ഉടനെ പോയി ഒരു ഡോക്ടറെ കാണണം. ഓ, കയറാൻ വരട്ടെ. ഞാൻ പരിശോധിച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതി. ഇതിപ്പോ 6 തവണ പരിശോധിച്ചില്ലയോ? ഇനിയിപ്പോ എന്തോന്ന് പരിശോധന? മറ്റേ സാറിനൊന്നും ഇല്ലല്ലോ. അത് അങ്ങേരുടെ കാര്യം. കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ചുമതലയാണ്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. എന്നാ ഒരു കാര്യം, നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് കയ്യത് വേണ്ട വേണ്ട. പിന്നെ പെട്ടെന്ന് ഇറങ്ങണം. അതിനകത്ത് ആത്മഹത്യ ചെയ്താലേ ഉത്തരം പറയേണ്ട ഞങ്ങളാ. ആ ശ്രീധരൻ നായർക്ക് പ്രമോഷന്റെ കാര്യം അന്വേഷിക്കാൻ പോവാൻ കണ്ടൊരു നേരം. എന്ത് നായ്വേഷം കെട്ടിപ്പോയില്ലേ? കൊരക്കണം, കൊര കേക്കണം. ചേട്ടന് നായ്വേഷമൊന്നും അല്ല, രാജാപ്പാർട്ടാണേ. ഒക്കെ അറിഞ്ഞു കൊച്ചു കള്ളൻ. എന്താ 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 സംഗതികളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ചേട്ടാ. ആ കാര്യം എന്താ തെളിച്ചു പറ. അന്നാമ്മ ചേട്ടത്തി എന്നോട് പറഞ്ഞായിരുന്നു ചേട്ടാ. വിജയ പറയാം. അന്നാമ്മ ചേട്ടത്തി എന്ത് പറഞ്ഞു? അന്നാമ്മ ചേട്ടത്തി മോക്കെ ചേട്ടനോട് പ്രേമമാണെന്നോ, കല്യാണം കഴിക്കാൻ പോകുന്നോ. ആലോചനയായിട്ട് വരാൻ പോകുന്ന ചേട്ടത്തി പറഞ്ഞത് നേരാണോ? നേര്. സത്യം സത്യം. എന്താണോ നിന്ന് ചിണുങ്ങണേ? ഒന്നുമില്ല, ഡ്യൂട്ടിക്കിടയിൽ വീണ് കിട്ടിയ ഒരു നിമിഷം. ഒരു കലാഹൃദയമാണല്ലോ എന്റേത്. അവനെവിടെ? ഏവൻ? വിശ്വനാഥൻ. ഏത് വിശ്വനാഥൻ? ഇവിടുത്തെ വിശ്വനാഥൻ. കക്കൂസിലിരിപ്പുണ്ട്. കുറെ നേരമായല്ലോ. പുറത്തേക്ക് ഇറങ്ങുന്നോ അതോ ഞാൻ അകത്തു വന്ന് പിടിച്ചിറക്കണോ? ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. സാർ വന്നിട്ടുണ്ട്. കല്ലെറിഞ്ഞ് വീഴ്ത്താൻ അവന് കല്ലിഞ്ഞെടുത്തതാ. എങ്ങോട്ട് പോയി? ഇവിടെ പോയി. എന്താ അല്ല അടക്കിയ മറ്റായിരിക്കും. അടക്കിയ? അയ്യോ, അവന് അകത്തെടുത്ത് ചാടി. ഉറപ്പാ. ആത്മഹത്യക്ക് ഞാൻ സമാധാനം പറയേണ്ടി വരും. എനിക്ക് പ്രമോഷൻ ആവേണ്ട സമയമായി. എനിക്ക് ജോലി പോകേണ്ട സമയമായി. ചെറുപ്പ് കടിക്കതേ. കുടുക്കി ആനപ്പുഴ കുഴി കുടുക്കി ഇളിച്ചോണ്ട് കണ്ടു പിടിച്ചു ഊരുടെ. അവനെവിടെ?